ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പറഞ്ഞിരുന്നതുപോലെ ഇന്നലെ എക്കണോമിക്സിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഇട്ടിരുന്നു. ഇന്ന് റീവാലുവേഷൻ അക്കൗണ്ടിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കണക്കാണ് ഇന്ന് ഞാൻ ജേണൽ എൻട്രിയും ഫസ്റ്റ് ജേണൽ എൻട്രിയും അത് കഴിഞ്ഞ് ഫസ്റ്റ് ജേണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ടിൽ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴും അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോഴും ഉള്ളത്, അതുപോലെ ലൈബിലിറ്റീസിൻ്റെ അണ്ടർ റെക്കോർഡഡ് അസറ്റ് അണ്ടർ റെക്കോർഡഡ് ലൈബിലിറ്റി, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രോബ്ലം ഫസ്റ്റ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിലുള്ള പ്രോബ്ലംസ് റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇന്ന് സമയമുണ്ടെങ്കിൽ ഗുഡ് വില്ലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നീഡ് ഫോർ പ്രിപ്പയറിങ് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് ഉള്ള ജേണൽ എൻട്രീസ് ഇത് ഇത്രയും പഠിച്ചിരിക്കണം. ഈ ഇത്രയും ജേണൽ എൻട്രി പഠിച്ചില്ലെങ്കിൽ ഏറ്റവും അവസാനം നമുക്ക് എളുപ്പത്തിന് എഴുതാൻ പറ്റുന്ന ഒരു വിദ്യയുണ്ട്. അതായത് അസറ്റ് കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റിലും എഴുതും, അസറ്റ് കുറയുമ്പോൾ നമ്മൾ എവിടെ എഴുതും? ഡെബിറ്റിലും എഴുതും. ഇനി ലൈബിലിറ്റി കൂടുമ്പം ഡെബിറ്റിലും എഴുതും, ലൈബിലിറ്റി കുറയുമ്പോൾ എവിടെ എഴുതും? ക്രെഡിറ്റിലും എഴുതും. ഡെബിറ്റ് ക്രെഡിറ്റ്. അസറ്റ് കൂടുമ്പം ക്രെഡിറ്റിലും അസറ്റ് കുറയുമ്പം ഡെബിറ്റിലും, ലൈബിലിറ്റി കൂടുമ്പം ഡെബിറ്റിലും ലൈബിലിറ്റി കുറയുമ്പം ക്രെഡിറ്റിലും. അതുപോലെ അണ്ടർ റെക്കോർഡഡ് അസറ്റ് ഉണ്ട്. അണ്ടർ റെക്കോർഡഡ് അസറ്റ് എന്ന് പറയുമ്പം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ എഴുതാത്ത അഡ്ജസ്റ്റ്മെൻറ്റുകൾ ആണ്. അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റിൽ എഴുതാത്ത അസറ്റുകൾ പഴയ ബാലൻസ് ഷീറ്റിൽ കാണൂല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അണ്ടർ റെക്കോർഡഡ് അസറ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി എന്താണ് ഇതിൽ കൂടുന്നതാണ്. അപ്പോൾ അത് നമ്മൾ എവിടെ എഴുതുള്ളൂ? ക്രെഡിറ്റിലും. അണ്ടർ റെക്കോർഡഡ് ലൈബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഡെബിറ്റിലും എഴുതുള്ളൂ. അത് നിങ്ങൾ ഓർമ്മിച്ചോളണം. അപ്പം അസറ്റ് കൂടുമ്പോഴുള്ള ജേണൽ എൻട്രി, അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോർ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് എന്ന് പറയുമ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റീവാലുവേഷൻ, ഡിക്രീസ് ചെയ്യുമ്പോൾ നേരെ തിരിച്ച് റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു അസറ്റ്. അതുപോലെ ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ലൈബിലിറ്റീസും, ഡിക്രീസ് ചെയ്യുമ്പോൾ ലൈബിലിറ്റീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റീവാലുവേഷനും. ഇനി അണ്ടർ റെക്കോർഡഡ് അസറ്റ് വരുമ്പം അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റീവാലുവേഷനും, അണ്ടർ റെക്കോർഡഡ് ലൈബിലിറ്റി വരുമ്പം റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ലൈബിലിറ്റി. അത് കഴിഞ്ഞ് പ്രോഫിറ്റാണ് വരുന്നതെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, പ്രോഫിറ്റ് വരുന്നതെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. പ്രോഫിറ്റ് വരുമ്പോൾ റീവാലുവേഷൻ പ്രോഫിറ്റ് വരുമ്പോൾ ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ ഈ റീവാലുവേഷനെ ഡെബിറ്റും ചെയ്യും. ഈ വരുന്ന പ്രോഫിറ്റിന് ഓൾഡ് പാർട്ട്നേഴ്സിന് ഇൻഡിവിജ്വലി വീതിച്ചു കൊടുക്കും. എസ് അക്കൗണ്ട്, ബി അക്കൗണ്ട്, സി അക്കൗണ്ട് ആരുടെ പേരാണോ അതനുസരിച്ച്. ഇനി റീവാലുവേഷൻ ലോസ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അത് നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു റീവാലുവേഷൻ എന്ന് പറഞ്ഞു കൊടുക്കും. ഒരു ക്വസ്റ്റ്യനാണ്. മിക്കവാറും ജേണൽ എൻട്രി ചിലപ്പോൾ ജേണൽ എൻട്രി ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട് എന്നേ ചോദിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പാസ്റ്റ് നെസസറി ജേണൽ എൻട്രീസ് എന്നും പറഞ്ഞ് പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട് ആൻഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും എഴുതിക്കൊള്ളണം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 3 പാർട്ട്നേഴ്സ്, അജി ആൻഡ് സജിയാർ പാർട്ട്നേഴ്സ്, അവർ പ്രോഫിറ്റ് ലോസസ് ഈക്വലി ഷെയർ ചെയ്യുന്നു. പുതിയതായിട്ടൊരു പാർട്ട്ണർ വരുന്നു. ഓൾഡ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഓൾഡ് ബാലൻസ് ഷീറ്റിൽ അസറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡ് 3000 ഉണ്ട്. സൺഡ്രി ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ ഡെപ്റ്റേഴ്സ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കോളാം. അപ്പോൾ ഞാൻ ഇതിനകത്തുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് പറയാം. അപ്പം ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ അജി, സജി. പുതിയ പാർട്ട്നേഴ്സിൽ ഞാൻ ജേണൽ എൻട്രി പറയുന്നില്ല, ഞാൻ നേരെ റീവാലുവേഷൻ അക്കൗണ്ടും അത് കഴിഞ്ഞ് ക്യാപിറ്റൽ അക്കൗണ്ടും പറഞ്ഞുതരാം, ബാലൻസ് ഷീറ്റ്. അപ്പോൾ വിജി പുതിയ പാർട്ട്ണറാണ്, വിജി ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്. അത് നമ്മൾ എവിടെ എഴുതും? പുതിയത് ന്യൂ പാർട്ട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എപ്പോഴും എവിടെ എഴുതുള്ളൂ? ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ എഴുതിയിട്ട് ക്യാഷ് എന്നോ ബാങ്ക് എന്നോ പറഞ്ഞ് ആരാണോ പാർട്ട്ണർ അവരുടെ കോളത്തിൻ്റെ നേരെ എഴുതും. ഇതിനകത്ത് ഇപ്പം വിജി കൊണ്ടുവരുന്നത് ക്വസ്റ്റ്യനിൽ 40,000 40,000 ക്യാപിറ്റലുണ്ട്. ആ ക്യാപിറ്റൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാഷ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതും. ഇനി അതവിടെ നിൽക്കട്ടെ. രണ്ടാമത് പറഞ്ഞിട്ടുണ്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 5,000. അപ്പം നമ്മൾ നോക്കുക, ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറി അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് 5,000 രൂപ ഇൻക്രീസ് ചെയ്തു, കൂടി. അസറ്റ് കൂടുമ്പോൾ എവിടെ എഴുതും? അസറ്റ് കൂടുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. പ്ലാന്റ് ആൻഡ് മെഷീനറി നേരത്തെ എത്രയുണ്ടായിരുന്നു? 15,000. അത് നമ്മൾ നോക്കണ്ട. എത്ര രൂപ കൂടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര രൂപയാണ് കൂടിയെന്ന് പറഞ്ഞാൽ 5,000. അപ്പോൾ അസറ്റ് കൂടുമ്പം ക്രെഡിറ്റ് സൈഡിൽ എഴുതും. 5,000 രൂപ എടുത്ത് ഇവിടെ എഴുതി. ഇനി അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഫർണിച്ചർ ബി അപ്രീസിയേറ്റഡ് ബൈ 20%. ഫർണിച്ചർ അപ്രീസിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ കൂടി, ഡിപ്രീസിയേഷൻ കുറയുക, അപ്രീസിയേറ്റ് ചെയ്ത് കൂടി, 20% ഫർണിച്ചർ കൂടി. അപ്പം നമ്മൾ നേരെ നോക്കുക, ഫർണിച്ചർ എത്രയുണ്ട്? 5,000. ഈ 5,000ന് 20,000 എടുക്കുക. 5,000 ഇൻറ്റു 20,000 അല്ല 20%. 5,000 ഇൻറ്റു 20/100 എത്ര? ഫർണിച്ചർ എന്ന് പറയുന്നത് അസറ്റാണ്. അസറ്റ് കൂടുമ്പോൾ എവിടെ എഴുതും? ക്രെഡിറ്റിൽ എഴുതും. 1000 രൂപ റീവാല്യൂഷൻ്റെ ക്രെഡിറ്റിൽ എഴുതി. അടുത്തത് പറഞ്ഞിട്ടുള്ളത്
സ്റ്റോക്ക് ഷുഡ് ബി റെഡ്യൂസ്ഡ് ബൈ 3000. മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റോക്ക് അസറ്റാണ്. അസറ്റ് 40,000 രൂപ ഉണ്ടായിരുന്നു, അതിൽ 3,000 രൂപ കുറഞ്ഞു. 3,000 രൂപ കുറഞ്ഞെന്ന് പറയുമ്പം അസറ്റ് കുറയുമ്പം നമ്മൾ ഏത് സൈഡിൽ എഴുതും? അസറ്റ് കുറയുമ്പം ഡെബിറ്റിൽ സ്റ്റോക്ക് എന്ന് എഴുതി അസറ്റ് എഴുതി 3,000 രൂപ. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ടു ബി ക്രിയേറ്റഡ് ബൈ 5% ഓൺ ഡെപ്റ്റേഴ്സ്. നമുക്ക് എത്ര രൂപ കിട്ടാനുണ്ട്? ഡെപ്റ്റേഴ്സ് 20,000 രൂപ കിട്ടാനുണ്ട്. ആ 20,000-ൽ 5% പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് അത് നമുക്കിനി കിട്ടൂല. അത് നമ്മൾ വേണ്ടെന്ന് വെച്ചു. അപ്പം നമുക്ക് മൊത്തം എത്ര രൂപ ഡെപ്റ്റേഴ്സ് ഉണ്ടെന്ന് നോക്കും. ഡെപ്റ്റേഴ്സ് 20,000 ഉണ്ട്. 20,000-ൻ്റെ 5% കാണും. അതായത് അവിടെ നമ്മുടെ ലൈബിലിറ്റി എന്തോന്നാണ്? കൂടെയാണ്. നമുക്ക് കിട്ടാനുണ്ടായിരുന്ന ക്യാഷ് കിട്ടുന്നില്ല. അപ്പം നമ്മളെ ലൈബിലിറ്റി കൂടെയാണ്. ലൈബിലിറ്റി കൂടുമ്പോൾ നമ്മൾ ഏത് സൈഡിൽ എഴുതും? ഡെബിറ്റ് സൈഡിൽ എഴുതും. ഡെപ്റ്റേഴ്സ് 20,000 രൂപയുണ്ട്. ആ 20,000-ൻ്റെ 5% 1,000 രൂപ എടുത്ത് ഡെബിറ്റ് സൈഡിൽ എഴുതും. ലൈബിലിറ്റിയാണ്. ലൈബിലിറ്റി കൂടുന്നത് എവിടെ എഴുതും? ഡെബിറ്റ് സൈഡിൽ. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ക്രെഡിറ്റേഴ്സ് ടു ബി റെഡ്യൂസ്ഡ് ബൈ 1,000 ആസ് ഇറ്റ് അൺലൈക്ലി ടു ക്ലെയിംഡ്. ക്രെഡിറ്റേഴ്സ് 1,000 രൂപ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് ഒരിടത്തും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തോന്നു? ക്രെഡിറ്റേഴ്സ് കുറയാണ്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റിയാണ്. ലൈബിലിറ്റി കുറഞ്ഞു. ലൈബിലിറ്റി കുറയുമ്പോൾ എവിടെ എഴുതും? ക്രെഡിറ്റ് സൈഡിൽ എടുത്തെഴുതും. ലൈബിലിറ്റി കുറയുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എടുത്തെഴുതും. ഇനി വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുമ്പം ക്രെഡിറ്റിൽ 5,000, 6,000, 7,000 രൂപയുണ്ട്. 7 അടുത്ത് ഡെബിറ്റിലുള്ളത് 3, 4, 4,000 രൂപയുണ്ട്. അപ്പോൾ ഏത് സൈഡാണ് കൂടുതൽ? ക്രെഡിറ്റ് സൈഡ് കൂടുതൽ. ആ കൂടുതലുള്ള 7,000 എടുത്ത് രണ്ട് സൈഡും എഴുതിയിട്ട് 7,000-ൽ നിന്ന് ഡെബിറ്റിലുള്ള 4,000 കുറയ്ക്കും. അപ്പോൾ 7,000 4,000 പോയാൽ എത്ര? 3,000 രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ 3,000 രൂപയെന്ന് പറയുന്നത് ഏത് ബാലൻസാണ് വന്നിട്ടുള്ളത്? ഡെബിറ്റ് ബാലൻസിലാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ അവിടെ എന്തോന്നാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ ഈക്വലി ആയിട്ട് ആർക്കൊക്കെ വിധിച്ചു കൊടുക്കും? 2 പാർട്ട്നേഴ്സിനും വിധിച്ചു കൊടുക്കും. ഈക്വലി എന്ന് ക്വസ്റ്റ്യൻ്റെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് 3,000-ന് 1:1, 1/2, 1/2 വീതിച്ചു കൊടുത്ത് അജിക്ക് 1,500, സജിക്ക് 1,500. റീവാല്യൂഷൻ അക്കൗണ്ട് അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത് ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ ഏത് ബാലൻസ്? ഇവിടെ ഞാൻ ലോസ് എന്ന് പറഞ്ഞു. ലോസിലെ ഇവിടെ വന്ന ഡെബിറ്റിൽ വന്ന പ്രോഫിറ്റും ആൻസർ, ക്രെഡിറ്റിൽ വന്ന എന്തോന്നാണ്? ലോസുമാണ്. ഇനി അടുത്ത് നമുക്ക് എഴുതാനുള്ളത് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് ഓൾറെഡി നമ്മളതിൽ ഇപ്പോഴും എന്തുണ്ട്? ഓൾഡ് ബാലൻസ് ഷീറ്റിൽ അജിക്ക് 30,000, സജിക്ക് 20,000. അതെടുത്ത് ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് 30,000, 20,000 എഴുതും. റീവാല്യൂഷൻ്റെ പ്രോഫിറ്റ് എത്രയുണ്ട്? പ്രോഫിറ്റിയുടെ ഡെബിറ്റ് കിട്ടി. അതിന് നമ്മൾ നേരെ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അജിക്ക് 1,500, സജിക്ക് 1,500. ഈ ക്യാഷ് എന്ന് പറഞ്ഞ് 40,000 എഴുതുന്നത് വിജി പുതിയതായിട്ട് കൊണ്ടുവന്ന ക്യാപിറ്റലാണ്. 40,000 രൂപ എടുത്ത് ഇവിടെ എഴുതുന്നത്. ഇനി ഇപ്പുറത്ത് എഴുതാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലാത്തത് കൊണ്ട് നമ്മളിത് ഇത്രയും കൂട്ടി എഴുതി അതെടുത്ത് ഇവിടെ എഴുതി ബാലൻസ് ചെയ്യുന്നു. അവിടെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് തന്നെ ബാലൻസ് ക്യാരിയുടെ അവിടെ ഒന്നും പറഞ്ഞ് എഴുതും. ഇനി അടുത്ത് വരയ്ക്കാനുള്ളത് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ നേരത്ത് ഫസ്റ്റ് നമുക്ക് എന്തായാലും ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. ക്രെഡിറ്റ് സൈഡിൽ ബിൽ പേയബിൾ 3,000 എടുത്ത് എഴുതും. കാരണം വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. 3,000 അതുപോലെ ഓൾഡ് ബാലൻസ് ഷീറ്റിലുള്ള എടുത്ത് എഴുതും. ക്രെഡിറ്റേഴ്സ് ഓൾഡ് ബാലൻസ് ഷീറ്റിൽ 30,000 രൂപയുണ്ടായിരുന്നു. എത്ര രൂപ കുറയുമെന്ന് പറഞ്ഞ് ക്രെഡിറ്റേഴ്സ് 1,000 രൂപ കുറഞ്ഞെന്ന് പറഞ്ഞ് ആ 1,000 രൂപ എടുത്ത് ഇവിടെ എഴുതി ലെസ് ചെയ്ത് 29,000 ഇവിടെ എഴുതും. ഇനി അത് നോട്ട് പേയബിൾ, അത് നമ്മൾ കൊടുത്തിട്ടില്ലാത്തതാണ്. ഇനി അടുത്ത് ക്യാപിറ്റൽ ബാലൻസ് അജി 31,500, സജി 21,500, വിജി 40, മൂന്നും കൂടെ കൂട്ടി 93,000 ഇവിടെ എഴുതും. ഇനി നമുക്കുള്ളത് അസറ്റ് സൈഡ്. അസറ്റ് സൈഡിൽ നമ്മളതിൽ ക്യാഷ് ഇൻ ഹാൻഡ് ഓൾഡ് ബാലൻസ് ഷീറ്റിൽ എത്ര രൂപയുണ്ട്? 3,000. എത്ര രൂപ പുതിയ പാർട്ണർ കൊണ്ടുവന്ന്? 40. 3,000ഉം 40ഉം കൂടെ കൂട്ടി 43,000 രൂപ എഴുതും. ഇനി അത് കഴിഞ്ഞ് സൺട്രി ഡെപ്റ്റേഴ്സാണ് എഴുതാനുള്ളത്. സൺട്രി ഡെപ്റ്റേഴ്സ് നേരത്തെ ഓൾഡ് ബാലൻസ് ഷീറ്റിൽ 20,000 രൂപയുണ്ടായിരുന്നു. എത്ര രൂപ കുറഞ്ഞു? ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് 1,000. 20,000-ൽ നിന്ന് 1,000 കുറച്ച് 19,000. ഇനി സ്റ്റോക്ക് ഓൾഡ് ബാലൻസ് ഷീറ്റിൽ 40,000 ഉണ്ടായിരുന്നു. എത്ര രൂപ കുറഞ്ഞ്? 3,000. 40,000-ൽ നിന്ന് 3,000 കുറച്ച് ഇവിടെ എഴുതും. ഫർണിച്ചർ 5,000 രൂപയുണ്ടായിരുന്നു. എത്ര രൂപ കൂടി? 1,000. അതെടുത്ത് 5,000-ൻ്റെ കൂടെ 1,000 കൂട്ടി ഇവിടെ എഴുതും. പ്ലാന്റ് ആൻഡ് മെഷീനറി 15,000 ഉണ്ടായിരുന്നു. 5,000 കൂടി 15,000 ഓടി 5,000 കൂട്ടിയെടുത്ത് ഇവിടെ എഴുതും. രണ്ട് സൈഡും കൂട്ടുമ്പോൾ ഈക്വലായിട്ട് കിട്ടും 1,25,000. ഇതാണ് റീവാല്യൂഷൻ അക്കൗണ്ട്. ഇനി ഇതിനകത്ത് തന്നെ റീവാല്യൂഷൻ അക്കൗണ്ടിനകത്ത് തന്നെ റിസർവും അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസും ഒക്കെ തന്നിരിക്കും. അതായത് റിസർവ് തന്നിരുന്നാൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു
എന്തോന്നാണ് ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി റിസർവ് ഇങ്ങനെ ബാലൻസ് ഷീറ്റിൽ ക്രെഡിറ്റ് സൈഡിൽ ഈ റിസർവ് കൊടുത്തിരിക്കും. വേറെ ഒന്നുമല്ല, ഇപ്പം ചെയ്തതുപോലെ തന്നെ ഈ റിസർവിനെ എടുത്ത് വേറെ ഒരിടത്തും എഴുതൂല. ഈ റിസർവ് 20,000 രൂപയുണ്ട്. ഈ 20,000 രൂപ എടുത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രം വീതിച്ചു കൊടുക്കും. 3:2. 20,000 ഉണ്ട്, അതിന് 3/5 2/5 വീതിച്ചു കൊടുക്കും. പിന്നെ അത് പുതിയ ബാലൻസ് ഷീറ്റിനകത്ത് എഴുതൂല. റിസർവ് വരുമ്പോൾ അങ്ങനെയാണ് ചെയ്യാനുള്ളത്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് വരും. ബാലൻസ് ഷീറ്റിനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് വരും. ബാലൻസ് ഷീറ്റിനകത്ത് അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ അത് അസറ്റ് സൈഡിൽ വരുന്നത് ലോസും ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അസറ്റ് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം വിചാരിച്ചോളണം നമുക്ക് എന്തോന്നാണ് ലോസ് ആണെന്ന്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് ലൈബിലിറ്റി സൈഡിലാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്തോന്നാണ് പ്രോഫിറ്റാണ്. അപ്പോൾ ഇവിടെ അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് വരുന്നു എങ്കിൽ ആ 5,000 രൂപയുണ്ട്. അതിനെ എപ്പോഴും നമ്മൾ ഏത് സൈഡിൽ എഴുതും? ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുക. 5,000-ന് 5:2 വീതിച്ചു കൊടുത്തതാണ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ലൈബിലിറ്റിയിലായിരുന്നുവെങ്കിൽ നമുക്ക് പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റിന് നമ്മൾ ഏത് സൈഡിലേക്ക് കൊടുക്കൂ? അസറ്റിൽ വരുമ്പോൾ ഡെബിറ്റിലും കൊടുക്കും, ലൈബിലിറ്റിയിൽ വരുമ്പോൾ ക്രെഡിറ്റിലും കൊടുക്കും. ഇത് ക്വസ്റ്റ്യൻ ലൈബിലിറ്റിയിൽ കൊടുത്തിട്ടില്ല എങ്കിലും ഞാൻ പറഞ്ഞത് ലൈബിലിറ്റിയിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് വരണമെങ്കിൽ ഏത് സൈഡിലേക്ക് കൊടുക്കാവോ? ക്രെഡിറ്റ് സൈഡിൽ, ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ പാർട്ട്നേഴ്സിന് വിധിച്ചു കൊടുക്കണം. ഇനി വരുന്ന ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ്. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ഓൾറെഡി ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ എക്സ് ആൻഡ് വൈ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈക്വലി ഇസഡ് എന്ന് പറയുന്ന പുതിയതായിട്ടൊരു പാർട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ഉള്ള ജേണൽ എൻട്രി എന്തോന്നാണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ഇത് ഇസഡ് ആയതുകൊണ്ട് 25,000 കൊണ്ടുവന്നു. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ ഡെബിറ്റിലും ക്രെഡിറ്റിലും 20,000 എഴുതി. ഇനി ആ പുതിയ ആൾ ഗുഡ് വില്ല് കൊണ്ടുവരും. ഗുഡ് വില്ല് കൊണ്ടുവരുന്നത് 10,000 കൊണ്ടുവരുന്നത്. ഗുഡ് വില്ല് കൊണ്ടുവരുമ്പോൾ ഉള്ള എൻട്രി എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം ഫോർ ഗുഡ് വില്ല്. ആ ഗുഡ് വില്ലും എടുത്ത് ഇവിടെ എഴുതി. എന്നിട്ട് ഈ ഗുഡ് വില്ല് ഇനി എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ എഴുതാനുള്ളത് പ്രീമിയം ഫോർ ഗുഡ് വില്ല് അക്കൗണ്ട് ഡെപ്റ്റർ എക്സ് ക്യാപിറ്റൽ വൈസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. നമ്മൾ ഗുഡ് വില്ല് 10,000 ഉണ്ട്, റേഷ്യോ ഈക്വലി എന്ന് പറഞ്ഞതുകൊണ്ട് 5,000 വീതിച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു ജേണൽ എൻട്രി മാത്രമുള്ള കണക്ക് 2 മാർക്കിനോ 3 മാർക്കിനോ വരാം. ഇനി ഇതേപോലെ ഗുഡ് വില്ല് കൊണ്ടുവരും. ഈ ഗുഡ് വില്ല് ചില പാർട്ണർമാർ ബിസിനസ്സിനകത്ത് കൊണ്ടുവരുന്ന ഗുഡ് വില്ല്, പുതിയ പാർട്ണർ ഗുഡ് വില്ല് കൊണ്ടുവരുന്നു, അത് ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അപ്പം ചില ഓൾഡ് പാർട്ട്നേഴ്സ് ഗുഡ് വില്ല് എന്തോന്നാണ് ബിസിനസ്സിന് അകത്ത് തന്നെ ഇട്ടിരിക്കും. ചിലർ ഫുള്ളി വിഡ്രോ ചെയ്യും, ചിലർ എന്തോന്ന് ചെയ്യും? ഹാഫ് ആയിട്ട് വിഡ്രോ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന കണക്കുകളുണ്ട്. ഫുള്ളി വിഡ്രോ ചെയ്യുമ്പോഴുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഫുള്ളി വിഡ്രോ ചെയ്യുമ്പോൾ കൊണ്ടുവരുന്ന ഗുഡ് വില്ല് എത്രയെന്ന് എഴുതും. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എയും ബിയും പാർട്ട്നേഴ്സാണ്. 3:1 ആണ് റേഷ്യോ. സി ആണ് അഡ്മിറ്റ് ചെയ്യുന്നത്. കൊണ്ടുവരുന്ന ഗുഡ് വില്ല് 8,000. അപ്പോൾ ഗുഡ് വില്ല് കൊണ്ടുവരുമ്പോൾ ഉള്ള ജേണൽ എൻട്രി എന്തോന്നാണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇതിനകത്ത് 8,000 ഗുഡ് വില്ല് കൊണ്ടുവന്നു. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു 8,000. ഓൾഡ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എയും ബിയും ഈക്വലി എല്ലാ 3:1 എന്ന് പറഞ്ഞുകൊണ്ട് 8,000-ന് 3/4-ലും 1/4-ലും വീതിച്ചു കൊടുക്കുന്നു. 6,000 2,000. എന്നിട്ട് ഈ ഗുഡ് വില്ല് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് വിഡ്രോ ഈ ഓൾഡ് പാർട്ട്നേഴ്സ് എയും ബിയും ഈ ഗുഡ് വില്ല് എടുത്തുകൊണ്ട് പോവുകയാണ്. എടുത്തുകൊണ്ട് പോകുമ്പോഴുള്ള എൻട്രി എസ് ക്യാപിറ്റൽ 6,000 എടുക്കും, ബിസ് ക്യാപിറ്റൽ 2,000. ടോട്ടൽ എത്ര? ക്യാഷ് 8,000. ഇനി ഇത് ഫുള്ളായിട്ട് എടുത്തുകൊണ്ട് പോകണം. ഇനി ഹാഫായിട്ട് എടുത്തുകൊണ്ട് പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോന്ന് ചെയ്യും? കൊണ്ടുവരുന്ന ഇവിടെ വരുമ്പോൾ ഹാഫ് ഇത് ഫുള്ള് കൊണ്ടുവന്ന ഗുഡ് വില്ല് 2 പേർക്ക് വിധിച്ചു കൊടുത്തു. ഈ ക്വസ്റ്റ്യനിൽ ഫുള്ളായിട്ട് എടുത്തുകൊണ്ട് പോകണോണ്ട് 6,000 2,000 എന്ന് പറഞ്ഞ് ഇത് എടുത്ത് ഇവിടെ എഴുതി. ഈ ക്വസ്റ്റ്യൻ ഇനി ഹാഫിലി വിഡ്രോ ആണെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ 6,000-ൻ്റെ പകുതി 3,000, 2,000-ൻ്റെ പകുതി 1,000 ഇവിടെ എഴുതിയേനെ. എന്നിട്ട് 3,000 കൂട്ടി 4,000 ഇവിടെ എഴുതും. ഓക്കെ. ഇനി ഇതിൻ്റെ വലിയ കണക്ക് വരാൻ സാധ്യതയുണ്ട്. വലിയ കണക്കെന്ന് പറയുമ്പോൾ ഈ കണക്ക് ഇത് ഞാൻ നാളെ ഇട്ട് തരാം. ഇത്രയും ഒരുമിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് എക്കണോമിക്സ് പരീക്ഷ അടുത്തുണ്ട്, അത് ഉടനെ ഉണ്ട്. അതുകൊണ്ട് അത് പഠിക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് അക്കൗണ്ടൻസിക്ക് ഇനിയും ടൈമുണ്ട്. അപ്പോൾ ഈ ഫുള്ളി വിഡ്രോ ആവാൻ ഗുഡ് വില്ല് ഫുള്ളായിട്ട് എടുത്തുകൊണ്ട് പോകുന്നത് ഹാഫായിട്ട് എടുത്തുകൊണ്ട് പോകുന്ന പ്രോബ്ലം ഞാൻ നാളെ ഇട്ട് തരാം. അതിൽ റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ട്. അപ്പം ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.